ഹലോ, എല്ലാവർക്കും കറി ലീവ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആലങ്ങയാണ്. ആലങ്ങ എന്ന് പറഞ്ഞാല് തിരുവനന്തപുരം സ്പെഷ്യൽ പലഹാരമാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പൊ ആലങ്ങ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാല് അരിപ്പൊടി വേണം. അപ്പൊ അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു 350 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരയും 350 ഗ്രാം, ഒരു ചെറിയ തേങ്ങ ചെറുതാക്കി നുറുക്കി വെച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ഇനി ഇതിലോട്ട് ഈ തേങ്ങ നുറുക്കി വെച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് ഉരുക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര മാവ് എടുക്കുന്നോ അതേ അളവിന് ശർക്കരയും കൂടെ എടുക്കുക. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും അരിമാവിലേക്കും കൂടെ ഈ ശർക്കര ഉരുക്കിയത് ചൂടോടെ തന്നെ ആ തിളപ്പിച്ച അതേ ചൂടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അത് മൊത്തം ഇതിന് ആവശ്യമായിരുന്നു. നിങ്ങൾ ഇത് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോരുത്. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാലും മതി, പക്ഷെ ചൂടോടെ തന്നെ ഒഴിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പൊ ആദ്യം ഈ ചട്ടുകോ തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ചൂടായിരിക്കും. അതിനുശേഷം നമ്മൾ അധികം തണുക്കുന്നതിന് മുന്നേ തന്നെ കൈ വെച്ച് പിന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ ഇതാ ഞാൻ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ ഒരുപാട് സമയമൊന്നും കുഴക്കണ്ട, എന്നാലും ഇത്തിരി ഒന്ന് കുഴച്ചതിന് ശേഷം അതിനെ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ അരിപ്പൊടിയിൽ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് ഈ ശർക്കര കയ്യിലോട്ട് ഒഴിക്കാനായിട്ട്. ആ ഉപ്പിന്റെ ഒരു കുറവുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കുറഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മറക്കാതെ ഉപ്പിട്ട് കൊടുക്കുക. ഇത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ശർക്കര ഉരുക്കിയത് ഈ മാവിന്റെ എല്ലാ ഭാഗത്തും എത്തണം. അതിന് വേണ്ടിയാണ് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പൊ അതെല്ലായിടത്തും ആയിന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഉരുട്ടാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ ഈ മാവ് മുഴുവൻ നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇപ്പൊ ഇതാ ഞാൻ ഈ മാവിനെ മുഴുവൻ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി മാറ്റുക. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായപ്പോൾ. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ബോളുകളാക്കി വെച്ചിട്ടുള്ള ആലങ്ങ കംപ്ലീറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വറുത്തെടുക്കാം. ഒരുപാട് ചൂട് കൂടുന്നു തോന്നുമ്പോൾ മാത്രം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് വീണ്ടും ഹൈ ഫ്ലെയിം തന്നെ ആക്കിയാൽ മതി. എങ്കിലേ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുള്ളൂ. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യുക. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ. ഇത് കുറെ ദിവസം നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പൊ കുട്ടികൾക്കൊക്കെ വിശക്കുമ്പോഴൊക്കെ എടുത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ ആലങ്ങ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഇത് കാണാത്തവരും കഴിക്കാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്